ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കളക്ഷൻ ഓഫ് particulate pollutants കാര്യമാണ്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞു there are different methods, so we can compare with the control methods. നമ്മൾ particulate matter കൺട്രോളിൽ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ്സ് പറഞ്ഞാൽ ഫിൽട്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉപയോഗിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഉപയോഗിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും സാമ്പിളിങ്ങിനും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എല്ലാതും കൺട്രോൾ മെത്തേഡ്സ് പോലെ തന്നെ ആയിരിക്കണം എന്നില്ല, എന്നാലും ഒന്നോ രണ്ടോ മെത്തേഡ്സ് അങ്ങനെ വരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സെഡിമിനേഷൻ മെത്തേഡാണ്. ഇറ്റ് ഈസ് ഫോർ larger particles. So if the particle size is greater than 10 micrometer, so 10 മൈക്രോണിനെക്കാളും കൂടുതലുള്ള പാർട്ടിക്കിൾ സൈസുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ അറിയണമെങ്കിൽ ക്യാൻ യൂസ് സെഡിമിനേഷൻ മെത്തേഡ്. ദെൻ ഹൈ വോളിയം ഫിൽട്രേഷൻ, ഹൈ വോളിയം സാമ്പിളർ എന്ന് നമ്മൾ പറയും. അപ്പം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സാമ്പിളറാണ്. ഒരു ഫിൽട്ടർ മെത്തേഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഫിൽട്രേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു ടേപ്പ് സാമ്പിളറിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ അതിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫേസ് ആണ്. അപ്പോൾ ടേപ്പ് സാമ്പിളറിൽ നമ്മൾ ലൈറ്റ് പെനിട്രേഷൻ ആണ് നമ്മൾ നോക്കുന്നത്, ട്രാൻസ്മിറ്റൻസ് ഓഫ് ലൈറ്റ് ആണ് നോക്കുന്നത്. ദെൻ ഇതാണ് ഒരു ടേപ്പ് സാമ്പിളറിൻ്റെ ഒരു ഫിഗർ വരിക. പിന്നെ ഇംപിഞ്ച്മെന്റ് പറഞ്ഞു. സോ ഇംപിഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാഷ്യസ് പൊല്യൂട്ടന്റ് സാമ്പിളിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും വരിക. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ വെറ്റ് ഇംപിഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഗ്രീൻബർഗ് സ്മിത്ത് ടൈപ്പ് ഇംപിഞ്ചർ എന്ന് പറഞ്ഞാൽ. ദെൻ ഡ്രൈ ഇംപിഞ്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതാണ് കാസ്കേഡ് ഇമ്പാക്ടർ എന്ന് പറഞ്ഞാൽ. സോ ഇംപിഞ്ച്മെന്റ് പറയുമ്പോൾ വി ആർ ഗിവിങ് സം ഫോഴ്സ് so that the particles are collided onto a plate surface, അതാണ് ഇംപിഞ്ച്മെന്റ്. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളാണ് വരിക. Then next method is electrostatic precipitation. So air sampling can be done on the basis of the principle of electrostatic precipitation. Okay. So several types of portable commercial precipitators are available in the market. So during the operation, a negative charge is imparted to a wire placed axially inside a cylinder which is positively charged. When the particle laden airstream passes through the cylinder, the particle acquire a negative charge from the corona discharge occurring on the central wire. The particles migrate towards the inner surface of the cylinder and move to subsequent chemical or microscopic analysis. ഇതിൽ സിമിലർ ടു ദ കൺട്രോൾ മെത്തേഡ് നമ്മൾ ESP പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. അതേപോലെ തന്നെ വി ആർ യൂസിങ് എ ഇലക്ട്രോഡ്, എ വയർ വിച്ച് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദ സിലിണ്ടർ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. Okay, when the particle are entering into the electrostatic precipitator, the particles move from the negatively charged wire to the പോസിറ്റീവ്ലി ചാർജ്ഡ് സിലിണ്ടർ. ആ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം വയറിൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അവിടെ അടുത്തുള്ള ഇലക്ട്രോൺസ് ഒക്കെ റിപ്പൽ ചെയ്ത് പോകും. അപ്പോൾ ആദ്യം കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ കൊറോണ ഡിസ്ചാർജ് എന്ന് പറയുക. ഫോർമേഷൻ ഓഫ് എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് കൊറോണ ഡിസ്ചാർജ്. അപ്പോൾ ആ നെഗറ്റീവ് ഡിസ്ചാർജ് ഇലക്ട്രോൺസ് ഒരിക്കലും വയറിനോട് വരില്ല, ഇറ്റ് വിൽ മൂവ് എവേ ഫ്രം ദ വയർ ടുവേർഡ്സ് ദ സിലിണ്ടർ. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസിന്റെ മേലെ അഡ്ഹർ ചെയ്യുമ്പോൾ അവര് ആ പാർട്ടിക്കിൾസ് നേരെ സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യും. അവിടെ നമ്മൾ കളക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് കളക്റ്റഡ് ആൻഡ് റിമൂവ്ഡ് ഫോർ ദ മൈക്രോസ്കോപ്പിക് ഓർ കെമിക്കൽ അനാലിസിസ്. ഇവിടെ നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രം പോരാ, ടു കളക്ട് ഇറ്റ് ആൻഡ്
to analyze it. Okay. And small samplers capable of field operation have been designed, and these exhibit good separation characteristics for particles in the size range of 0.01 to 20 മൈക്രോമീറ്റർ. 0.01 മുതൽ 20 മൈക്രോമീറ്റർ വരെയുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള പാർട്ടിക്കിൾ സൈസാണ് 0.01 ടു 20 മൈക്രോമീറ്റർ. അപ്പോൾ അത് അത്രയും capable ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് precipitate. Okay. Nevertheless, they are not as widely used for ambient air quality air sampling as filters, but are more suitable for source sampling where the particle loading is relatively high. സോ ഇത് നമ്മൾ ആംബിയൻ്റ് എയറിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കൂടുതൽ സാമ്പിൾ മീൻസ് പാർട്ടിക്കിൾ ലോഡിംഗ് ഉള്ള സ്ഥലത്ത്. ഇപ്പോൾ സ്റ്റാക്ക് സാമ്പിളിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ആ ഫിഗർ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൻ്റെ അല്ല, നമ്മൾ മുന്നേ പറഞ്ഞ കാസ്കാഡ് ഇമ്പാക്ടറിൻ്റെ ഇതാണ്. കാരണം നമ്മൾ പറഞ്ഞു ഇംപിഞ്ച്മെൻറ്റിൻ്റെ കേസിൽ ഡ്രൈ ഇംപിഞ്ച്മെൻറ്റ് അതിൽ വി ആർ യൂസിങ് സം ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് പ്ലേറ്റ്സ്. ആ പ്ലേറ്റുകളാണ് കണ്ടിട്ടുള്ളത് സ്പ്രിങ്ങിൻ്റെ മുകളിൽ. അപ്പോൾ ആ പ്ലേറ്റിലായിരിക്കും അത് ഇമേജ്മെൻറ്റ് ചെയ്യാം ആൻഡ് ദ പാർട്ടിക്കിൾസ് ആർ കളക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ദെൻ ലാസ്റ്റ് മെത്തേഡ് ഈസ് തെർമൽ precipitation. So thermal precipitators operate on the principle that small particles under the influence of a strong temperature gradient between two surfaces have a tendency to move towards the lower temperature and get deposited on the cooler of these two surfaces. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സോ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ for the entering gas and we are lowering it inside a precipitator, we can collect the particles at lower temperature area. അപ്പോൾ അതാണ് ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് നോർമലി ബിറ്റ്വീൻ 3000 ഡിഗ്രി സെൽഷ്യസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയും വലിയ ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റിമീറ്ററിൽ 3000 ഡിഗ്രിയുടെ കുറവ്, ആ രീതിയിലുള്ള ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. To maintain such high gradient, the gas velocity through the sampling device must be maintained low. അപ്പോൾ സാമ്പിളിങ് ചെയ്യുന്ന ഡിവൈസിലൂടെയുള്ള വെലോസിറ്റി നമ്മൾ വളരെ ലോ ആക്കണം. ആൻഡ് ദ വാല്യൂ ഈസ് ബിറ്റ്വീൻ 10 to 200 milliliter per minute ആണ് വെലോസിറ്റി പറയുന്നത്. അല്ല അതിൻ്റെ ഫ്ലോ റേറ്റ് പറയുന്നത്. ദെൻ കളക്ഷൻ എഫിഷ്യൻസി ഓഫ് ദി തെർമൽ precipitators are quite high for small particles and are virtually 100% for particles in the size range from 10 micrometer to 0.01 micrometer. അപ്പോൾ 10 to 0.01 മൈക്രോൺ സൈസുള്ള പാർട്ടിക്കിൾസ് 100% വരെ എഫിഷ്യൻസിയിലൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റും. So it is an effective method, but the problem is that we have to use high temperature, so energy requirement is high. So it is an efficient method. So we have thermal precipitation, electrostatic precipitation, impingement, then tape sampler, dissemination sampler, high volume filtration. നമ്മൾ ഈ മെത്തേഡ്സ് ഒക്കെയാണ് ഓർത്ത് വെക്കേണ്ടത് ഫോർ particulate സാമ്പിളിംഗ് മെത്തേഡ്സ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞത് ആംബിയൻ്റ് എയർ സാമ്പിളിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ സ്റ്റാക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാലും മെത്തേഡ് ഡിവൈസൊക്കെ ഇതും ഒക്കെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ there are some other things to be considered. ഇപ്പോൾ സ്റ്റാക്ക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ if the sampling is done in a chimney where the flue gas with high concentration of gaseous and particulate pollutants are emitting. അപ്പോൾ സ്റ്റാക്ക് സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ, വെലോസിറ്റി, ഫ്ലോ റേറ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ നോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the gas
like velocity, temperature, humidity, then etc. So the major problem in stack sampling is obtaining a representative sample. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. If a representative sample is not obtained, then the concentration and composition of the actual gas stream will be different, and serious errors would result in the analysis. The important factor in obtaining a representative sample are the selection of the sampling site and the number of sampling points required. അപ്പോൾ ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആംബിയൻ്റ് എയർ സാമ്പിളിങ്ങിൻ്റെ കേസിലും റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. ബട്ട് സ്റ്റാക്ക് സാമ്പിൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അത്രയും ഫ്ലൂ ഗ്യാസ് പറയുമ്പോൾ പാർട്ടിക്കുലേറ്റ്സും എല്ലാ പൊല്യൂട്ടൻസും കൂടി വരുന്നുണ്ട്. നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ എത്ര പോയിന്റ് എടുക്കണം സാമ്പിൾ, എന്നാലാണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ പറഞ്ഞാൽ? സാമ്പിൾ വിച്ച് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ മിക്സ്ചർ ഓഫ് ദി ഫ്ലൂ ഗ്യാസ്. ഫ്ലൂ ഗ്യാസ് പറഞ്ഞാൽ പൊല്യൂട്ടഡ് ഗ്യാസ് വരുന്നത്, അതിനെയാണ് ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂ ഗ്യാസിൽ വരുന്ന ആ പൊല്യൂട്ടഡ് ഗ്യാസിൽ എത്രത്തോളമാണ് കറക്റ്റ് അതിൻ്റെ ഇത് വരിക, മിക്സ് എങ്ങനെയാണ് കറക്റ്റ് വരിക, കൂടാനും പാടില്ല കുറയാനും പാടില്ല, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളാണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ഫാക്ടേഴ്സ് ആണ് ഉപയോഗിക്കുക. ഒന്ന് സാമ്പിളിംഗ് സൈറ്റ്, ദെൻ സാമ്പിളിംഗ് പോയിന്റ്, നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സ്. സാമ്പിളിംഗ് സൈറ്റും നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So the sampling site should be located at least 8 stack or duct diameter downstream and 2 diameter upstream from any source of flow disturbance such as vents, fittings or constructions. അപ്പോൾ നമ്മൾ ബെൻഡ് അല്ലെങ്കിൽ ഫിറ്റിങ്സ് അങ്ങനത്തെ കോൺട്രാക്ഷൻസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൂടുതൽ ഡൗൺ സ്ട്രീമിലും അപ്സ്ട്രീമിലും നമ്മൾ 8 ടൈംസ് ഡയമീറ്റർ ഉണ്ട് അവിടെ സാമ്പിൾസ് കൊടുക്കണം, സാമ്പിളിംഗ് പോയിന്റ്സ് കൊടുക്കണം. അല്ലെങ്കിൽ 2 ഡയമീറ്റർ അപ്സ്ട്രീം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 ഡയമീറ്റർ വെച്ചാൽ ഇപ്പോൾ ഡി ആണെങ്കിൽ 2D ആ ഡയമീറ്റർ സൈഡിൽ നമ്മൾ സാമ്പിളിംഗ് പോയിന്റ് നമ്മൾ കൊടുക്കണം. So the gas stream in a stack is normally under turbulent flow condition. So problem അതാണ്, turbulent flow condition ആണ്. And any flow disturbance would cause non-uniform and unstable gas flow profiles. അപ്പോൾ ടർബുലന്റ് ഫ്ലോ കണ്ടീഷനിൽ നമ്മൾ അങ്ങനെ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും എക്യുപ്മെന്റ് വെക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് പ്രോബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. സാമ്പിളിംഗ് പ്രോബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫ്ലോയിലൊരു വേരിയേഷൻ വരും, ഡിസ്റ്റർബൻസ് വരും. സോ ഇറ്റ് വിൽ കോസ് നോൺ യൂണിഫോം ഫ്ലോ കണ്ടീഷൻ. അപ്പോൾ അതൊരു ബാരിയറാണ്. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ഫ്ലോ ഉണ്ടാവണം. Non-uniform particle concentration pattern or concentration വ്യത്യാസം. These problems can be minimized by providing proper distance so that adequate mixing may occur. അപ്പോൾ സാമ്പിളിംഗ് പോയിന്റ്സ് കറക്റ്റ് ഡിസ്റ്റൻസിൽ കൊടുക്കുകയാണെങ്കിൽ there should be adequate mixing and we can get a representative sample. However, in some stacks, it is not always possible to ensure uniform flow. So concentration patterns and hence multiple samples are required to obtain. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റാക്ക് ആണെങ്കിൽ അതിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള യൂണിഫോം ഫ്ലോ എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൾട്ടിപ്പിൾ പോയിന്റ്സ് നമ്മൾ എടുക്കുക, മൾട്ടിപ്പിൾ സാമ്പിൾസ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് ദ ആക്ച്വൽ സാമ്പിളിംഗ് മസ്റ്റ് ബി പെർഫോംഡ് അറ്റ് എ നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ ദ സ്റ്റാക്ക്. കുറേ പോയിന്റ് പല പല ഹൈറ്റിലുള്ള പോയിന്റ്സ് നമ്മൾ ചെയ്യാം. 2 sets of travels reading 90 degree apart are taken in the same plane. അപ്പോൾ ഒരു പ്ലെയിനിൽ തന്നെ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ തന്നെ 90 ഡിഗ്രിയിൽ പല 2 സെറ്റ്സ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എത്ര പോയിന്റ്സിൽ എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ
തീരുമാനിക്കും. സോ ഇത് നമ്പർ ഓഫ് സ്റ്റാക്ക് ഡയമീറ്റർ ആണ്. സോ നമ്പർ ഓഫ് സ്റ്റാക്ക് ഡയമീറ്റർ according to the earlier sampling point criteria, the number of traverse points required on each of the two perpendicular is 6. നമ്മൾ 6 ട്രാവേഴ്സ് പോയിന്റ്സ് ആണ് സാധാരണ കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ക്രൈറ്റീരിയ വരുന്നില്ലെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഈസ് റിക്വയർഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൊക്കേഷൻ ഓഫ് ദി ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം ഡിസ്റ്റർബൻസസ്. അപ്പോൾ എത്രത്തോളം ഡൗൺ സ്ട്രീം അല്ലെങ്കിൽ അപ്സ്ട്രീം ഡിസ്റ്റർബൻസസ് ഉണ്ടാവുന്നുണ്ട്, നല്ല ഡിസ്റ്റർബൻസ് ഫ്ലോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പോയിന്റുകൾ മാറും. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇവിടെ അപ്സ്ട്രീം ഡിസ്റ്റർബൻസ് എത്ര 8+ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റർബൻസ് 2+ ഒക്കെ ആണെങ്കിൽ എത്ര മിനിമം നമ്പർ ഓഫ് ട്രാവേഴ്സ് പോയിന്റ്സ് എത്ര കൊടുക്കണം, ആ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്സ്ട്രീം ഡിസ്റ്റർബൻസിൽ ഡൗൺ സ്ട്രീം ഡിസ്റ്റർബൻസ് ഓഫ് ഫ്ലോ എത്ര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, ആ ഡിസ്റ്റർബൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ നമ്പർ ഓഫ് പോയിന്റ്സ് ട്രാവേഴ്സ് പോയിന്റ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ സർക്കുലർ ആയിട്ടുള്ളൊരു ജിമ്മിനി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ സർക്കുലർ സ്റ്റാക്കിൽ 10 പോയിന്റ് ട്രാവേഴ്സ് ആണ് എന്ന് വെച്ചാൽ ഒരു ഡയമീറ്ററിൽ 10 പോയിന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് വരിക. അപ്പോൾ ഏതൊക്കെ പോയിന്റിലാണ് വരുന്നത്? ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് 0.316 0.548 0.7076 0.837 0.916. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സാമ്പിളിംഗ് പോയിന്റ് എടുക്കുക. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിലുള്ള പോയിന്റുകളാണ് നമ്മൾ സാധാരണ എടുക്കുക. Other problems associated with stack sampling are high temperature and high velocity of the gases encountered inside the stack. അപ്പോൾ അതാണ് വേറൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ, ഹൈ വെലോസിറ്റി. These conditions, especially high temperature, cause difficulty in collecting the sample. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ അധികമാണെങ്കിൽ സാമ്പിൾസ് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. So and require a number of additional measurements such as moisture content, pressure, temperature, the flow rate and gases and their composition. Accurate measurement of these factors are necessary for valid sampling. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മീൻസ് പ്രഷർ, മോയ്സ്ചർ കണ്ടന്റ്, ടെമ്പറേച്ചർ, ഫ്ലോ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർമെന്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ സാമ്പിളിങ് വാലിഡ് സാമ്പിളിങ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൽ റെക്ടാങ്കുലർ സ്റ്റാക്ക് ആണെങ്കിൽ ഈ ഫിഗർ താഴത്തെ ഫിഗർ ആണ് മെഷർ അറ്റ് സെന്റർ ഓഫ് അറ്റ്ലീസ്റ്റ് 9 ഈക്വൽ ഏരിയാസ്. അപ്പോൾ ഇവിടെ നമ്മൾ 16 ഏരിയാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 9 ഈക്വൽ ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് സാമ്പിൾ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഹൊറിസോണ്ടൽ പോയിന്റ്. ഇനി ഒരു സാമ്പിളിംഗ് സിസ്റ്റം എങ്ങനെയാണ് വരിക? സ്റ്റാക്ക് സാമ്പിളിങ്ങിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് വരിക? അപ്പോൾ നമ്മൾ സാധാരണ ഒരു സാമ്പിളിംഗ് ട്രെയിൻ എന്നാണ് പറയുക. അപ്പോൾ അറേഞ്ച്മെന്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ഷിമിനി കാണുന്നുണ്ട്. പിന്നെ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നോസിലാണ്, അതാണ് പോയിന്റ്. 2 എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് പ്രോബ്, നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്ന ആ ഒരു പ്രോബാണ് സാമ്പിളിംഗ് പ്രോബ്. ദെൻ മൂന്നാമത്തെയാണ് നമ്പർ 3 പാർട്ടിക്കുലേറ്റ് കളക്ടർ. ഫസ്റ്റ് നമ്മൾ പാർട്ടിക്കിൾ സാമ്പിളിംഗ് കളക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ 4th ഗ്യാസ് കളക്ടർ അല്ലെങ്കിൽ കൂളിംഗ്. അപ്പോൾ ഗ്യാസ് കളക്ടറാണ് നമ്മൾ അടുത്തത് വരിക. ദെൻ ഗ്യാസ് ഫ്ലോ മീറ്റർ, ഫ്ലോ നമ്മൾ അളക്കണം. ഫ്ലോ കൺട്രോൾ വാൾവ് അത് പിന്നെ വരുന്നു. പിന്നെ വാക്വം പമ്പ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് വരിക. സോ the train consists of nozzle placed in the gas stream, a sampling probe through which the sample is drawn at different traverses, particulate and gas collection devices, a flow measuring device, and a prime mover such as a vacuum pump or an injector. The nozzle at the end of the probe is normally sharp-edged, pointing inward from the outside edge, and the traversing probe is usually made of stainless steel and with glass or Teflon lining. For sampling hot gases whose temperature are above 400 degrees, these probes are provided with a circulating coolant system to prevent combustion of particulate material inside the probe and the
and to prevent the temperature from exceeding the maximum allowable temperature of the നമ്മുടെ നോസിൽ നമ്മൾ സാധാരണ ഷാർപ്പ് എഡ്ജ് ആയിട്ട് കൊടുക്കും. പ്രോബ് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുക്കുക, അല്ലെങ്കിൽ ടെഫ്ലോൺ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. Similar to the devices for ambient air collection, a number of devices are used for collection of particulates and gas stack sampling. So these include filtration, wet dry impeachment, impaction, electrostatic thermal precipitation devices for collecting particulates, and absorption freeze out devices for collection of gases. അതാണ് കളക്ഷൻ ഡിവൈസ് പറയുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവർ പ്രിഫർ ചെയ്യുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും അത് എടുക്കുന്നു. അതാണ് ഞാൻ പറയുന്ന നമ്പർ 3 ആൻഡ് നമ്പർ 4 വരിക, particulate collector. Any device that we have discussed in the particulate sampling methods. Okay, then flow measurements can be made with devices such as rotameter or orifice meter. അപ്പോൾ ഫ്ലോ മീറ്റർ, റോട്ടാമീറ്റർ, orifice meter ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. And with a dry gas meter. These devices are normally placed after the collection devices and upstream of the vacuum pump so that any leak in the vacuum pump will not cause error in the gas volume requirement. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെല്ലാം കൊടുക്കും. വാക്യൂം പമ്പിന് മുന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. വാക്യൂം പമ്പിന് ശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും വാക്യൂം പമ്പിന് വല്ല ലീക്ക് ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ആക്ച്വൽ ഫ്ലോയും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വാക്യൂം പമ്പിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. ദെൻ നെക്സ്റ്റ് ഈസ് particulate സാമ്പിളിംഗ്. ഇപ്പോൾ നമ്മൾ particulate സാമ്പിളിങ്ങിൽ നമ്മൾ ഐസോകൈനറ്റിക് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ആ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം.